ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസയല്ല, ഇത്തിരി പുതുമയുണ്ട്. കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊട്ടറ്റോ ഫില്ലിംഗ് വെച്ചിട്ടുള്ള സമൂസയാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള സമൂസയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ സമൂസ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സമൂസ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സമൂസയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. വേവിച്ചിട്ടും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്യുക, അതുപോലെ തന്നെ വേവിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് മസാല പിടിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ഈ ഒരു പാനിൽ തന്നെ ചെയ്യാം കേട്ടോ. ഈ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, വേറൊരു പാനിലാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിത് കൂടുതൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക. ഒരു 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ വലിയൊരു പീസ് ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല ബ്രൗൺ കളർ ആവണം, അപ്പോഴായിരിക്കും മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് വരാനാണ് ഇപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സവാളയിലേക്കും ഇതിലും കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ. ചിക്കൻ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തതാണല്ലോ, അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ വേറെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു സവാള മാത്രം എടുത്തിട്ടുള്ളത്. ഉള്ളിക്കൊക്കെ വില കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ചിക്കൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പൊടികളേ ഉള്ളൂ കേട്ടോ, അധികമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൽ ചൂട് കയറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്തുടയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഒരു ഹാഫ് കുക്കായാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം കുക്കായാൽ മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ ചേർക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് കുക്കായി കഴിയും, അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ക്യാപ്സിക്കം ചെറുതായിട്ട് നന്നായിട്ട് കടിക്കാൻ കിട്ടണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അതുകൊണ്ട് ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം നീര് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴായിരിക്കും മൊത്തത്തിൽ എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വെജിറ്റബിൾസൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ആവരുത് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ സമൂസ ഷീറ്റ് ഞാനിവിടെ നേരത്തെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹോം മെയ്ഡ് സമൂസ ഷീറ്റാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി ചെയ്തിട്ടിടാം. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയുടെ പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കുറേ ആൾക്കാർ എന്നെ കളിയാക്കുന്നുണ്ട്. ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനിങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എല്ലാവർക്കും എല്ലാതും അറിയണമെന്നൊന്നും ഇല്ലല്ലോ. ഞാൻ പോലും പല റെസിപ്പീസും എൻ്റെ ഉമ്മാനെ വിളിച്ച് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് എനിക്ക് വലിയ സംഭവമായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ എന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വീഡിയോക്ക് ഇത്തിരി ലെങ്ത് കൂടുന്നുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം നിങ്ങളും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ഡൗട്ടൊക്കെ കമൻ്റായിട്ടും മെയിലായിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് ഡൗട്ട് വരുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ അബൌട്ടിൽ പോയ എൻ്റെ മെയിൽ ID കിട്ടും. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലെ കോണായിട്ട് മടക്കുക. അതിനുശേഷം നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മടക്കിയെടുക്കണം കേട്ടോ. ഒട്ടും ഹോളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടി എണ്ണ കയറും കേട്ടോ. എണ്ണ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മസാല കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് മടക്കിയെടുക്കുന്ന സമയത്ത് 3 കോൺ ഉണ്ടാവുമല്ലോ. ആ 3 കോണും നന്നായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ തന്നെ മടക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിലേക്ക് എണ്ണ കയറും. അതുപോലെ തന്നെ ഈ മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് ഒട്ടി നിൽക്കുക. കുറച്ച് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒട്ടി നിൽക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെയും അത് ഇളകി വരും കേട്ടോ. നമ്മൾ ഒട്ടിച്ച് വെച്ചതൊക്കെ ഇളകി വരും. അപ്പം നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എനിക്ക് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ലൂസായിട്ടുള്ള പേസ്റ്റാണ് തയ്യാറാക്കൽ. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആദ്യം ഒട്ടിച്ചതൊക്കെ ഇളകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. 1 മാസത്തിൽ കൂടുതലും സൂക്ഷിക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് വെക്കുന്നത്. ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് പ്ലാസ്റ്റിക് ഷീറ്റൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇങ്ങനെ വെച്ച് കൊടുത്താൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഒട്ടിപ്പിടിക്കുമെന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് അന്നേരം തന്നെ എടുക്കുക. കുറച്ചൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ്. ഇപ്പം ഞാനിത് കുറച്ചെണ്ണം മാത്രം ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മാക്സിമം 1 മിനിറ്റ് മാത്രമേ സമയം വേണ്ടൂ ഈ ഒരു സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് എണ്ണയിൽ നിന്ന് എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കറുത്ത കളറിലാണ് ഉണ്ടാവുക. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ പുറത്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും.
അപ്പോൾ സമൂസയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 8 സമൂസയാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ. താങ്ക്